പ്രിയ പ്രേക്ഷകരെ, ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ പേര് ഇന്ന് അഭിമാനത്തോടെയാണ് ഉയർന്നു കേൾക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന സാങ്കേതികവിദ്യ നയതന്ത്ര മുന്നേറ്റങ്ങൾ ലോകത്തെ തന്നെ അമ്പരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ഓരോ നീക്കവും രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും എത്രത്തോളം ശക്തമാണ് എന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്നാൽ ഇതിലും വലിയ രണ്ട് സുപ്രധാന വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി, ശാസ്ത്രലോകം ഏറെക്കാലമായി കാത്തിരുന്ന ഇന്ത്യയുടെ പുതിയ തലമുറ തന്ത്രപ്രധാന സംവിധാനം പൂർത്തിയായിരിക്കുന്നു എന്നതാണ്. രണ്ടാമതായി, വിയറ്റ്നാം പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനവും അതിലൂടെ രൂപപ്പെടുന്ന പുതിയ ചരിത്രപരമായ കൂട്ടായ്മയും. എന്താണ് ഇതിന്റെ പ്രാധാന്യം? എങ്ങനെയാണ് ഇത് ഇന്ത്യയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ ഒന്നുകൂടി ഉറപ്പിക്കുന്നത്? വീഡിയോ അവസാനം വരെ കാണുക. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ അഭിമാനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ പുതിയ മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിക്കാം. DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് ഈ സുപ്രധാന വിവരം പുറത്തുവിട്ടത്. നമ്മുടെ രാജ്യത്തിന്റെ ദീർഘദൂര പ്രതിരോധ സംവിധാനമായ അഗ്നി 6 ഇപ്പോൾ പൂർണ്ണ സജ്ജമായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുന്ന ഈ പദ്ധതി രാജ്യത്തിന്റെ പ്രതിരോധ നയത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അഗ്നി 6 ഇത്രയും സവിശേഷമാകുന്നത്? വളരെ സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. കൂടിയ ദൂരപരിധി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ മികച്ച സാങ്കേതിക വിദ്യ, മുൻകാല പതിപ്പുകളെക്കാൾ കൂടുതൽ കാര്യക്ഷമവും കൃത്യതയുള്ളതുമാണ് ഇത്. ആധുനിക സംവിധാനം രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും ഇത്. ശാസ്ത്രജ്ഞരുടെ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ ആശയത്തിന്റെയും വിജയമാണ് ഇതിലൂടെ നാം കാണുന്നത്. സാങ്കേതികപരമായ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായ ഈ സംവിധാനം അനുമതി ലഭിക്കുന്നതോടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുമെന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു സുപ്രധാന വിഷയത്തിലേക്ക് കടക്കാം. വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം തന്റെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന വിദേശ സന്ദർശനം കൂടിയാണിത്. ഇത് ഇന്ത്യയുടെ ആഗോള സ്വാധീനം എത്രത്തോളം വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ വലിയൊരു തെളിവ് തന്നെയാണ്. ഈ സന്ദർശനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കാൻ പോകുന്ന സുപ്രധാന കരാറ് തന്നെയാണ്. ഏകദേശം 5800 കോടി രൂപയുടെ ബ്രഹ്മോസ് സംവിധാനമാണ് വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ വലിയ ഇടപാട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് നൽകുന്ന ഊർജം വളരെ വലുതാണ്. അതുപോലെ തന്നെ ഇന്ത്യ, റഷ്യ, വിയറ്റ്നാം എന്നീ 3 രാജ്യങ്ങളുടെ കൂട്ടായ്മ ഈ മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഏറെ സഹായകരമാകും എന്നതും എടുത്തു തന്നെ പറയണം. വിയറ്റ്നാമിന് അവരുടെ തീരദേശ സുരക്ഷയും വ്യാവസായിക താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഈ സംവിധാനം ഏറെ ഗുണം ചെയ്യും. ഇന്ത്യൻ നിർമ്മിത സാങ്കേതിക വിദ്യകൾ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ എത്രത്തോളം സ്വീകാര്യമാണെന്നത് ഈ ഒരു ഇടപാട് തെളിയിക്കുന്നു. ഒരു വിശ്വസ്ത പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകവേദിയിൽ ഉറപ്പിക്കുന്നതാണ് ഈ ഒരു നീക്കം. പ്രിയ പ്രേക്ഷകരെ, ചുരുക്കി പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഇന്ന് കൈവരിക്കുന്ന പുരോഗതി വളരെ വലുതാണ്. അഗ്നി 6 പോലെയുള്ള തദ്ദേശീയ സംവിധാനങ്ങൾ പൂർത്തിയാകുന്നതും വിയറ്റ്നാമുമായുള്ള ചരിത്രപരമായ കരാറുകളും ഇന്ത്യയുടെ കരുത്ത് അടിവരയിടുന്നുണ്ട്. ഇന്ത്യ ഒരു ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന രാജ്യമാണ്. എങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ സജ്ജമാണെന്നതാണ് ഈ നീക്കങ്ങൾ തെളിയിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.